കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. ആദ്യത്തെ 2025 ഇരട്ടസംഖ്യയുടെ തുകയും ആദ്യത്തെ 2025 ഒറ്റസംഖ്യയുടെ തുകയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഞാനപ്പോൾ ഒന്ന് എഴുതിക്കോട്ടെ. ഇരട്ടസംഖ്യയുടെ തുക, ആദ്യത്തെ 2025 ഇരട്ടസംഖ്യയുടെ തുകയും ആദ്യത്തെ 2025 ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ എന്താ? n × n+1 ആണ്. അതേപോലെ ആദ്യത്തെ n ഒറ്റസംഖ്യയുടെ തുക കാണുന്ന ഇക്വേഷൻ എന്താ? അത് n² ആണ്. അപ്പോൾ ഈ എന്നിൻ്റെ സ്ഥാനത്ത് 2025 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. പക്ഷെ അത് കാൽക്കുലേഷൻ വലുതാകും. അതിൽ നല്ലത് ഈ എക്സ്പ്രഷനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താലോ? ഞാൻ പറയുന്നത് ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാനാണ്. n അകത്തോട്ട് ഗുണിച്ച് ലെഫ്റ്റ് സൈഡിലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n × n n² പ്ലസ് ഒന്നിലേക്ക് n ഗുണിച്ച് കയറുമ്പോൾ n തന്നെ -n². ആരും ഇവിടെ ക്യാൻസലാവും. n² -n² കൂടെ ക്യാൻസലാവും. ബാക്കി n മാത്രമായി മാറും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഈ തുകകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രന് തുല്യം? n തുല്യം. ഇവിടെ n-ൻ്റെ വില എത്രയാ? 2025. അപ്പം ഇവിടെ ഡിഫറൻസ് എത്ര എന്ന് ചോദിച്ചാൽ അത് 2025 എന്ന് പറയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷന് ഡയറക്റ്റ്ലി കയറി പോകാതെ ആ എക്സ്പ്രഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ശരി, താങ്ക്